Hello everyone, welcome to Kids Area Online. Class 5, ഇന്ന് മാത്സ് എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നോ? യെസ്. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ന് നടന്ന മാത്സ് ഓണം എക്സാമിൻ്റെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. കിഡ്സ് ഏരിയ ഓൺലൈൻ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ് നൽകുന്നത്, ലൈവ് ക്ലാസ്സസ് ആണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ മലയാളം കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കായിട്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ആകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ദിസ് റെക്ടാങ്കുലർ ബോക്സ് വിത്ത് ദ ഗിവൺ മെഷർമെൻറ്റ്സ്. ഇവിടെ ഉയരം നീളം 5 സെൻറ്റിമീറ്റർ, വീതി 2 സെൻറ്റിമീറ്റർ, ഉയരം 3 സെൻറ്റിമീറ്റർ അളവിൽ വരച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ റൂളർ ഉപയോഗിച്ചിട്ട് ഈ അളവിൽ ചിത്രം വരയ്ക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ. ചതുരക്കട്ട വരയ്ക്കാൻ, അത് റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കാനായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ബി ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എബൌട്ട് എ റെക്ടാങ്കിൾ. ഇതിൽ തന്നിരിക്കുന്നവയിൽ നോട്ട് കറക്റ്റ്, തെറ്റായിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അത് ശരിയാണ്. ഓൾ സൈഡ്സ് വിൽ ഓൾവേസ് ബി ഈക്വൽ. റെക്ടാങ്കിളിന് എല്ലാ വശവും തുല്യമായിരിക്കുമോ? അല്ല. ഇപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. വേറെ ഉണ്ടോ നോക്കാം. നിയറസ്റ്റ് സൈഡ്സ് വിൽ ബി വെർട്ടിക്കൽ ടു ഈച്ച് അതർ. തൊട്ടടുത്തുള്ള വശങ്ങൾ പരസ്പരം ലംബമായിരിക്കും എന്നാണ് പറയുന്നത്. നിയറസ്റ്റ് സൈഡ്സ് നീഡ് നോട്ട് ബി ഈക്വൽ ആൾവേസ്. തൊട്ടടുത്ത വശങ്ങൾ തുല്യമാകണമെന്ന് നിർബന്ധമില്ല. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ബി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ശരി ഉത്തരം. നോട്ട് കറക്റ്റ് ആൻസർ ആണ് എഴുതേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, സം നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇഫ് ദീസ് നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ് വിച്ച് വിൽ കം ജസ്റ്റ് ആഫ്റ്റർ. ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിന് ശേഷം വരുന്നത് ഏതാണ്? അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന് ഓർഡറിൽ എഴുതാം. ഇവിടെ ബില്യൺ മുതലുള്ള സംഖ്യയുണ്ട്, 1 ബില്യൺ മുതൽ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഓർഡർ ചെയ്യാം. ഏറ്റവും വലുത് ഇതാണ്, 8 അക്കമുണ്ട്. അപ്പോൾ 8 ഡിജിറ്റ്സ് ഉണ്ട് ഒന്നാമത്. ഇവിടെ 7 ഡിജിറ്റ്സ് ഉണ്ട്, അപ്പോൾ ഇത് രണ്ടാമത്. നെക്സ്റ്റ് വരുന്നത് 6 ഡിജിറ്റ്സ് ഉള്ളത് മൂന്നാമത്. അടുത്ത് അതിന് താഴെ വരുന്നത് ഇതാണ്, അഞ്ചാമത് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ ഈ നമ്പറിന് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? 212 കഴിഞ്ഞിട്ട് വരുന്നത് മൂന്നാമതാണ്. 212ൻ്റെ പൊസിഷൻ അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? 121 ലാസ്റ്റ് വരുന്നത് ഈ നമ്പറാണ് ആൻസർ. ഓക്കെ. ഇവിടെ 1 10 100 1000 10000 ലക്ഷം. അപ്പോൾ 1,57,121 ആണ് ആൻസർ. ഓക്കെ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എമംഗ് ദീസ്. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലുള്ളതാണ് ലാർജസ്റ്റ് നമ്പർ. സി ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെൻറ്റ്സ് about the above numbers are given below. ഇതിനെക്കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. There are 2 numbers above 10 lakh. ഇവിടെ പറയുന്നത് 10 ലക്ഷത്തിന് മുകളിലുള്ള 2 സംഖ്യകളുണ്ടെന്ന് പറയുന്നു. ശരിയാണ്, 10 ലക്ഷത്തിന് മുകളിലുള്ള 2 സംഖ്യകളുണ്ട്. There is no number above 1 crore. 1 കോടിക്ക് മുകളിൽ സംഖ്യകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. 1 കോടിക്ക് മുകളിൽ സംഖ്യകളില്ലേ? ഉണ്ട്. There is no number below 1 million. 1 ദശലക്ഷത്തിന്, അതായത് 1 മില്യണിന് താഴെ സംഖ്യകളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. 1 മില്യണിന് താഴെ സംഖ്യകളില്ലേ? ഉണ്ട്. There is no number above 1 billion. 1 ബില്യണിന് മുകളിൽ സംഖ്യകളൊന്നും ഇല്ല. അപ്പോൾ 1 ബില്യണിന് മുകളിൽ സംഖ്യകളൊന്നും ഇല്ല, അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 4ഉം. സി ആണ് ശരിയായിട്ടുള്ളത്, 1ഉം 4ഉം. ഓക്കെ. അപ്പോൾ ഇതിൽ രണ്ടാമത്തത് തെറ്റാണ്. ഇവിടെ രണ്ടാമത്തത് 1 കോടിക്ക് മുകളിൽ സംഖ്യയൊന്നും ഇല്ല എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. അടുത്ത് മൂന്നാമത്തത് വന്നത് ദശലക്ഷത്തിന് 1 മില്യണിന് താഴെ സംഖ്യകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു, അതും തെറ്റാണ്. 1ഉം 4ഉം ശരിയാണ്. വിച്ച് ഓഫ് ദ എബവ് നമ്പേഴ്സ് ഈസ് ക്ലോസ് ടു 15 lakhs. 15 lakhsന് ക്ലോസ് ആയിട്ടുള്ളത് ഏതാണ്? 15 lakhsന് ക്ലോസ് ആയിട്ടുള്ളത് 2 ആണ്. 15 lakhs 37,821. Okay.
ക്വസ്റ്റ്യൻ 3. ക്വസ്റ്റ്യൻ 3ക്ക് 3 പാർട്സ് ഉണ്ട്. ഒന്നുകിൽ 3A എഴുതാം അല്ലെങ്കിൽ 3B എഴുതാം. 3A നോക്കാം. 58,472 is a 5-digit number without repetition of digits. Write the largest 5-digit number using these digits without repetition. ആവർത്തിച്ച് വരാത്ത 5, 8, 4, 7, 2 സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യ 5-digit നമ്പർ ഏതാണ്? 87542. ഓക്കെ, 87,542. Which of the following is correct about the difference between the largest and the smallest 5-digit numbers formed by using these digits without repetition? Repetition ഇല്ലാതെ വരുന്ന ഏറ്റവും വലിയ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 24,578. അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തുക. ഇനി ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതിൻ്റെ ബിറ്റ്വീൻ വരും എന്നാണ് ചോദിക്കുന്നത്. 62,000 ആണ്. അപ്പോൾ 62,000 ഏതിൻ്റെ ഇടയിലാണ് വരിക? 60,000ൻ്റെയും 70,000ൻ്റെ ഇടയിൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 62,964 വരുന്നത് ബിറ്റ്വീൻ 60,000 ആൻഡ് 70,000. ഓക്കെ. സി ക്വസ്റ്റ്യൻ. Write a 5-digit palindrome number which can be written using only the digits 8, 5 and 4. 8ഉം 5ഉം 4ഉം ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന 5 അക്ക പാലിൻഡ്രോം നമ്പറാണ് എഴുതേണ്ടത്. 5-digit പാലിൻഡ്രോമിക് നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് ഒന്നിൽ കൂടുതൽ വരും. നമുക്ക് ഒരു 4 ഓപ്ഷനോളം വരും. 4 ഓപ്ഷൻ ലിസ്റ്റിലൂടെ കൊടുക്കാം. ഇതിലേത് എഴുതിയാലും ശരിയാണ്. ഇങ്ങോട്ട് വായിച്ചാലും അങ്ങോട്ട് വായിച്ചാലും ഒരുപോലെ വരണം. അതാണ് പാലിൻഡ്രോമിക് നമ്പർ. 85458, 85458, 84548, 84548. അപ്പോൾ ഇതിന് 58485, 58485, 48584, 48584. അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒരുപോലെ വരണം. അതാണ് പാലിൻഡ്രോമിക് നമ്പർ. Next question. Write all 4-digit numbers using 5843 in which 8 comes in the place of 100. ഇതിൽ 4-digit നമ്പറാണ് എഴുതാനുള്ളത്. 4-digit എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 10ൻ്റെ പ്ലേസിലെല്ലാം 8 വരണം. 100ൻ്റെ പ്ലേസിലെല്ലാം 8 വരണം. 100ൻ്റെ പ്ലേസിൽ 8 വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഇവിടെ നോക്കിയേ, ഒന്നിൽ കൂടുതൽ എഴുതാം. എല്ലാം എഴുതണം. റൈറ്റ് ഓൾ 4-digit നമ്പർ എഴുതണം കേട്ടോ. കണ്ടോ, 100ൻ്റെ പൊസിഷനിൽ 38, 38, 48, 48, 58, 58, 100ൻ്റെ പൊസിഷനിലെല്ലാം 8 വന്നു. ഇതെല്ലാം എഴുതാനായിരുന്നു ഡി ക്വസ്റ്റ്യൻ്റെ ആൻസർ. അല്ലെങ്കിൽ 3B എഴുതാം. 3B സെയിം തന്നെയാണ്, നമ്പേഴ്സ് മാറി വന്നു എന്നേ ഉള്ളൂ. Which is the largest number that can be formed using all the digits 3, 0, 8, 1 and 4 without repeating the digits? ഈ ഡിജിറ്റ്സ് റിപ്പീറ്റ് ആവാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ലാർജ് നമ്പർ ഏതാണ്? 84,310. Which of the following is correct about the sum of the largest and the smallest 5-digit numbers formed using 30814 without repetition? ഈ 30814 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന സം, ലാർജസ്റ്റിൻ്റെയും സ്മോളസ്റ്റിൻ്റെയും നമ്പറിൻ്റെ സം എടുക്കുക. അത് ഏതിൻ്റെ ഇടയിൽ വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ 84,310, സ്മോളസ്റ്റ് നമ്പർ 10,348. അപ്പോൾ 94,658 കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് ഏതിൻ്റെ ഇടയിൽ വരും? അത് 1 lakhന് താഴെ വരും. ബിലോ 1 lakh, 1 lakhന് താഴെ. 80യുടെയും 90യുടെ ഇടയ്ക്കല്ല, 80യുടെ താഴെയല്ല. ഇനി അടുത്ത് 10,000ൻ്റെയും 1, 10, 100, 1000, 10,000. അപ്പോൾ 10,000, 11,000 അതിൻ്റെ ഇടയിലും അല്ല. അപ്പോൾ ബിലോ 1 lakh. നെക്സ്റ്റ് ഇവിടെ വരുന്നത് 8348 ഈസ് എ 5-digit palindromic number which is written using the digits 3, 8 and 4. Write another palindromic number using the same digit. ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ കഴിയുന്ന മറ്റ് പാലിൻഡ്രോമിക് നമ്പർ. ഈ 4 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എഴുതാം. ഇതിലേതെങ്കിലും എഴുതാം കേട്ടോ. റൈറ്റ് 6-digit palindromic number using the digits 3 and 8. 3ഉം 8ഉം ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന 6-digit palindromic നമ്പറാണ്. 3ഉം 8ഉം മാത്രമേ പാടുള്ളൂ, പക്ഷേ 6 digits വേണം. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും എഴുതാം. എല്ലാം എഴുതാം. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 4th question. Draw a circle with 4 centimeters radius and draw the figure given below. ഇവിടെ നൽകിയിട്ടുള്ളത് 4 centimeter റേഡിയസ് ഉള്ള ഇതുപോലൊരു ഇതളുകൾ വെച്ച് വരച്ചിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളോട് വരയ്ക്കാനാണ് പറയുന്നത്. 4 centimeter ആരമുള്ള വൃത്തം വരച്ച് ചിത്രത്തിൽ തന്നിരിക്കുന്ന ഈ 6 ഇതളുകളുള്ള ചിത്രം പൂർത്തിയാക്കുക. ഇതുപോലെ വരയ്ക്കാനാണ് പറയുന്നത്. പക്ഷേ 4 centimeter ആരമുള്ള വൃത്തമാണ് വരയ്ക്കേണ്ടത്. ബി ക്വസ്റ്റ്യൻ.
3 circles with 2 centimeters radius are drawn below. What is the length of the line that is drawn connecting the center of all the 3 circles? 3 സർക്കിൾ ഇവിടെ ഉണ്ട്, 3 വൃത്തങ്ങളുണ്ട്. അതിൽ 2 സെൻറ്റിമീറ്റർ ആരം, റേഡിയസ് ആണ്, 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള 3 വൃത്തങ്ങളുടെ ഈ സെൻറ്റർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ജോയിൻ ചെയ്ത് വര വരച്ചിരിക്കുന്നു. എന്നാൽ വരയുടെ നീളം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയുണ്ട് ഇവിടെ? 1 2 3 4 4 റേഡിയസ് ഉണ്ട് അല്ലേ. അപ്പോൾ 4 × 2 ആണ് ആൻസർ. 4 × 2 സെൻറ്റിമീറ്റർ, 4 × 2 സെൻറ്റിമീറ്റർ. ബി ആണ് ശരി ഉത്തരം. അടുത്തത് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യന് 2 പാർട്ടുണ്ട്. 5A അല്ലെങ്കിൽ 5B എഴുതാം. എ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 17 × 16? 17 × 16 തുല്യമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 17 × 16 നോട്ട് ഈക്വൽ ടു ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇത് തുല്യമല്ല. അടുത്ത്, ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 48 × 27 ബൈ കംപ്ലീറ്റിംഗ് ദ ടേബിൾ. 20 × 14 800, 20 × 8 160, 7 × 40 280, 7 × 8 56. എല്ലാം കൂടി കൂട്ടുമ്പോൾ പ്രോഡക്റ്റ് എത്രയാ? 1296. ഓക്കെ. സി ക്വസ്റ്റ്യൻ, റൈറ്റ് 16 × 36 as പ്രോഡക്റ്റ് ഓഫ് സെയിം നമ്പേഴ്സ്. ഇതിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്ന സെയിം നമ്പർ തമ്മിൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. 16 × 36 576. 576 കിട്ടുന്ന മറ്റൊന്നാണ് 24 × 24 500 × 576. ഓക്കെ. ഇനി 1 = 1, 1 + 2 + 1 = 4. അതിങ്ങനെ പോകുമ്പോൾ പാലഡ്രോമിക് രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ 20th, if this pattern continues, what will be the sum of the numbers? The 20th line. 20th ലൈനിൽ വരുമ്പോൾ n = 20, n സ്ക്വയർ, അപ്പോൾ 20 സ്ക്വയർ, 20 × 20 400. 400 ആണ് ആൻസർ. സെയിം തന്നെയാണ് 5B ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 25 × 25? 25 × 25 ഈക്വൽ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം 25 × 25 ഈക്വൽ ആണ്. ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്ട് ആൻഡ് ഫൈൻഡ് ദ പ്രോഡക്റ്റ്. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. ഇവിടെ 4 ഏത് സംഖ്യ ഗുണിക്കുമ്പോഴാണ് 20 കിട്ടുക? 4 × 5 20. ഇനി ഇവിടെ ഏത് സംഖ്യയോട് ഏത് ഗുണിക്കുമ്പോഴാണ് 600 കിട്ടുക? 20 × 30 600. 4 × 30 അല്ല, ഇവിടെ വരുമ്പോൾ 20 × 5 100, 4 × 30 120. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 840. ഇതുപോലെ തന്നെയാണ് ഇവിടെയും ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ലൈൻ റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് എഴുതാൻ പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 + 3 + ഒറ്റ സംഖ്യകളാണ്. 1 + 3 + 5 + 7 + 9 = 25. അടുത്ത ലൈൻ എങ്ങനെ എഴുതാം? 1 + 3 + 5 + 7 + 9 + 11 = 36. അങ്ങനെ ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടി പോകുന്നതാണ് കേട്ടോ. ഓഡ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടി പോകുന്നതാണ്. അങ്ങനെയാണ് 15th ലൈനിൽ എന്തായിരിക്കും? എങ്ങനെയാണ്? n = 50. n = 50 ആകുമ്പം n സ്ക്വയർ ആണ് ഫോർമുല. n സ്ക്വയർ 50 സ്ക്വയർ, 50 × 50 2500 ആണ് ആൻസർ. 6ാമത്തെ ചോദ്യം, there are some multiplication operations in column 2 which are equal to that in column 1. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷന് കിട്ടുന്ന ആൻസറും ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറും തുല്യമായിരിക്കും. അങ്ങനെ കണ്ടെത്താനാണ് പറയുന്നത്. 14 × 8 112 ആണ്. 112 കിട്ടുന്നത് 7 × 16 ആണ്. അപ്പോൾ 1ഉം ഡിയും ആണ് ശരിയുള്ളത്. എല്ലാത്തിലും 1 × d ഉണ്ട്. 24 × 7 എന്ന് പറയുന്നത് 168 ആണ്. 12 × 14 എന്ന് പറയുന്നത് 168 ആണ്. അപ്പോൾ രണ്ടാമത്തത് സി വരുന്നത് എയും സിയും ആണ് ശരി വരുന്നത്. മൂന്നാമത്തെ നോക്കാം. 35 × 20 എന്ന് പറയുന്നത് 700 ആണ്. 70 × 10 എന്ന് പറയുന്നത് 700 ആണ്. അപ്പോൾ 3ഉം ബിയും. മൂന്നാമത്തത് ബി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. When a number was multiplied by 28, the product was 2128. What will be the number if next number is multiplied by 28? എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ 28 കൊണ്ട് ഗുണിച്ചപ്പോൾ 2128 കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ 28 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഇതിനോട് 28 കൂട്ടിയാൽ പോരെ? 2128നോട് 28 കൂട്ടുമ്പോൾ 2156. അതാണ് ആൻസർ. There are 98 boys and 102 girls in a school. All children were given paper bags on World Environmental Day. One paper bag costs 12 rupees. What is the total cost for this? ഇവിടെ ആകെ കുട്ടികൾ എത്രയാ? 98 + 102
ഈക്വൽ ടു 200. 200 ഇൻറ്റു 12, ആകെ കുട്ടികൾ 200. 98 ബോയ്സും 102 ഗേൾസും. അപ്പോൾ 200 കുട്ടികളായി. ഒരു കുട്ടി ഒരു ബാഗ് നിർമ്മിക്കുമ്പോൾ 12 രൂപയാണ് ആവുന്നത്. അപ്പോൾ 200 കുട്ടികൾ ഓരോ ബാഗ് നിർമ്മിക്കുമ്പോൾ എത്രയായി? 2400. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നോ? ടഫായിട്ടുള്ളവർ വിഷമിക്കേണ്ട കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അടുത്ത എക്സാം നമുക്ക് നല്ലതുപോലെ എഴുതാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.